അപ്പൊ നമ്മള് ഇന്നൊരു അവിയൽ വെക്കാൻ പോവാണ്. സാമ്പാറിന് അടപ്പത്തിട്ടു കേട്ടാ. ഇനി ഒരു അവിയലാണ് വെക്കാൻ പോകുന്നത്. അല്ലേ, കൊത്താമര, പയറ് കാണണ്ട. അപ്പളേ കൊത്താമര, പയറ്, കാരറ്റ്, കയ്പയ്ക്ക, നേന്ത്രക്കായ ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് അവിയൽ വെക്കുന്നത്. അതെ, കുറച്ച് ഞാൻ അരിഞ്ഞു കഷ്ണങ്ങള്. അപ്പൊ നമ്മള് നല്ലോണം കനം കുറച്ച് അരിഞ്ഞ അവിയലിനുള്ള കഷ്ണം. ഞാൻ അരിയണത് കാണിച്ചു തരാൻ വേണ്ടി ഓരോ കഷ്ണം വെച്ചേക്കണതാ. എല്ലാം കാണിച്ചു തരാൻ നമുക്ക് വീഡിയോയിൽ അടുത്ത് കൊണ്ടല്ലേ. കയ്പയ്ക്ക, ക്യാരറ്റ്, കൊത്താമര കേട്ടോ, പയർ. അപ്പൊ നമ്മളിതൊക്കെ കൂട്ടി കഴുകി അടപ്പത്ത് വയ്ക്കാൻ പോവാ കേട്ടാ. വീഡിയോ ലെങ്ത് കൂടുന്ന കാരണം കൊണ്ടാണ് കുറച്ച് കാണിക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മൾ ഓണം സ്പെഷ്യലാണ് കാണിക്കുന്നത് കേട്ടാ. വേറെ അവിയല് കഴുകി അടപ്പത്തിടാൻ പോവാ കേട്ടാ. അവിയല് ഒരവിയല് ഇന്ന് നാരങ്ങ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടാ. വടുകപ്പുളി, മഞ്ഞപ്പൊടി, ഉപ്പ്, വേവട്ടെ. അവിയലിൻ്റെ കഷ്ണം അടപ്പത്ത് കയറ്റിട്ടാ. മഞ്ഞപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ച് അടപ്പത്ത് കയറ്റി. ഇനി നമുക്ക് വടുകപ്പുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കാം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. ചുമ ഞങ്ങൾക്ക് ആർക്കും മാറിയിട്ടില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അച്ചാറിനുള്ള കാട്ടത്തെ വെളുത്തുള്ളി ഞങ്ങള് ഇടുന്ന ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടാ. നല്ല മുളക് കണ്ട, നല്ലെണ്ണ, കായം, മുളക് പൊടി, നേരിയ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു കേട്ടാ. അപ്പളേ ഒരു സ്പൂണ് ഉലുവ എണ്ണ തൊടാണ്ട് വറക്കാട്ടോ നമ്മള്.
ഉലുവയായില്ല. എനിക്ക് ഇരട്ട കൈ അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയില്ല കേട്ടാ. അതാണ് ഞാൻ ഈ ഒരു തപ്പണം. അപ്പൊ എന്നിട്ടാ എണ്ണ ഒഴിച്ചു കേട്ടാ. നല്ലെണ്ണയാണ് കേട്ടാ, അതുകൊണ്ട് വെളിച്ചെണ്ണയല്ല. ഓ ചാണകപ്പൂക്കിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ. അവിടെ അച്ഛൻ കവറിൽ കൊണ്ടുവന്നെന്ന് പറയും ചെല്ലി. ദേ 3 മുഴമുളക് പൊടിച്ചിട്ടുണ്ട് കേട്ടാ. മുളകിട്ട് കടുക് പൊട്ടി പച്ചമുളക് ഇടുന്നു കേട്ടാ. വെളുത്തുള്ളി കേട്ടാ, ഒരു പിടി വെളുത്തുള്ളി. വേപ്പിലിട്ട് ഒരു തരി മഞ്ഞപ്പൊടി കേട്ടാ. തരി തന്നെയാ വേണ്ടു. മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മൾ ഇടാൻ പോണത്. അതതിന്റെ അടപ്പൂരി കായോട്ടാ. കായം പൊടിയാണ് ഇടുന്നത്. അടുത്തൊരാളെ പിന്നെ എന്നാ കത്തിരിക്ക വേണ്ടേ? തരാട്ടപ്പ തരാട്ടാ. കളടാ പൂക്കളത്തിന് കത്തിരിക്കാൻ ശേഷം വന്നേ. നാരങ്ങ ഇട്ടുട്ടാ. കത്തിരി നോക്കി കൊണ്ടൊക്കെള്ളോട്ടാ. അപ്പൊ ഉപ്പിട്ടു കേട്ടാ.
ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഓണം കഴിഞ്ഞാലും വടുകപ്പുളി കേട് വരില്ല. എണ്ണ അങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഇനി ഇതിൽ ഈ ഉലുവ മാത്രം കൂട്ടുള്ളൂ, ബാക്കിയൊക്കെ ആയിട്ടാ. അപ്പൊ തീ കെട്ടി അപ്പൊ ഉലുവ ഞാൻ ഈ കുഞ്ഞുവല്ലിലിട്ട് പൊടിച്ചതാട്ടാ ഇടുന്നു. അപ്പൊ ഇതിനി ഇട്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് പാത്രത്തിലാണ് പകർത്തുന്നുണ്ടെങ്കിൽ പകർത്തി വെച്ചാൽ അത് അവിടെ ഇരുന്ന് പാകായോളൂ. അപ്പൊ അച്ചാറിന്റെ പണി കഴിഞ്ഞു കേട്ടാ. അച്ചാറിന് വെച്ചാൽ വടുകപ്പുളി ഇടല് കഴിഞ്ഞു. ഇനി ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, അത് നാളെ കാണി. അപ്പളേ ഒരു 4 പച്ചമുളക് ഇട്ടുണ്ട് കേട്ടാ. നാളികേരം കണ്ട, 4 പച്ചമുളക്, ജീരകം ഇനി ഞാൻ ഒതുക്കി എടുക്കട്ടെ കേട്ടാ. അപ്പൊ അരപ്പിട്ടു കേട്ടാ. നാളികേരം പച്ചമുളകും ജീരകവും ഒതുക്കിയത് ഇട്ടു. അതെ, ഇവിടുത്തെ വെളിച്ചെണ്ണ കുപ്പി കാണാനില്ല. ലാസ്റ്റ് ഇപ്പം ഇങ്ങനെ ചെയ്തതാ. ഇവിടെ കുട്ടിയോട് വെളിച്ചെണ്ണ കളഞ്ഞിട്ട് ഒരു തൊഴിലും ഇല്ല. അപ്പൊ ഇങ്ങനെ ആക്കിയതാട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇങ്ങനെ ഇളക്കി കൂട്ടിയ അവിയൽ റെഡി ആയിട്ടാ. അപ്പൊ നമുക്കേ ഓണം സ്പെഷ്യൽ പപ്പടമൊക്കെ കാച്ചി, ഇന്ന് അത്തല്ലേ, പറയാൻ പറ്റില്ല, ചുമ വന്നിട്ട് ചട്ടി കരിഞ്ഞു. അതെ, തിരുവോണത്തിന്റെ പകുതി കറി വേണമെന്നാണ് പറയാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പകുതി ഒന്നും നോക്കാറില്ല, വെക്കും. കാരണന്മാരൊക്കെ പറയാ തിരുവോണത്തിന്റെ പകുതി കറി അത്തത്തിന് വേണമെന്നാണ്. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ അവിയല് നാരങ്ങക്കറിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സാമ്പാർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന സാമ്പാർ കേട്ടാ. പിന്നെ പുളിഞ്ചി കാണിച്ചു, പുളിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനി ഇവിടെ നിങ്ങളുടെ ഓരോന്ന് ഓണം സ്പെഷ്യലാണ് കാണിക്കുക.
നോക്കിയോളൂ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം കഴിയുമ്പോഴേക്കും പച്ചയായിട്ട് നാരങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ വടുകപ്പൊടി ഇട്ടാ പച്ചമുളകിലിട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചുവന്നമുളക് വെറുതെ ഉപ്പുമുളക് നിരിക്കിടില്ലേ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം കഴിഞ്ഞ് പിന്നെയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വരുമ്പോ ഇതവിടെ പൂത്തിരിക്കില്ല. ഇങ്ങനെ വെച്ചാ പൂക്കില്ല കേട്ടാ. നമുക്ക് ഓണം കഴിഞ്ഞാലും കൂട്ടാം. ഇതിന് വേണമെങ്കിൽ ഒരു തരി പഞ്ചസാരയൊക്കെ കൂട്ടാട്ടാ. ഞാൻ കൂട്ടില്ല, ഞങ്ങൾക്ക് എരിവ് ആവശ്യമാണ്. എരിവ് വേണ്ടാത്തവർക്ക് ഒരു സ്പൂണ് പഞ്ചസാര എടുത്ത് കൂട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടി ആവും. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാ. മുമ്മൂസിന്റെ സ്കൂളില് ഓണം സെലിബ്രേഷൻ തുടങ്ങാണ്. മുമ്മൂസ് മലയാളി മങ്കയാവുന്നുണ്ട്. പനിയൊക്കെ ആണെങ്കിലും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണാവാ സാമ്പാർ കാച്ചാട്ടാ. മുളക് പൊട്ടിച്ചിട്ടു നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെ കാച്ചുന്നു കേട്ടാ. കടുകിട്ടു, രണ്ട് മണി ഉരുന്നിട്ടു, മുളക് കടുക് ഉലുവ വേപ്പില കേട്ടാ. ചുമ ഞങ്ങൾക്ക് ഓണകാലായിട്ട് ഓണം സ്പെഷ്യല് ഇതേ വടുകപ്പുളി അച്ചാറിട്ടേക്കണ്ടാട്ടാ. അവിയല്, സാമ്പാറ്, പപ്പടം. അപ്പൊ അത്തം നമ്മള് ഇങ്ങനെയൊക്കെ കാണിച്ചു കേട്ടാ. അപ്പൊ എല്ലാവരും സഹായിക്കാം. ടാറ്റാ.